നിനക്ക് പെരുമാടൻ ആരാന്നറിയോടാ ഷാജിവ? എല്ലാരെയും വഴിതെറ്റിച്ചു വിടുന്ന ഭയങ്കരനാ. ഒരു ദിവസം ഒരു തിരുമേനി അവനെ പിടിച്ചു കെട്ടാൻ തീരുമാനിച്ചു. കാട്ടിൽ കൂടെ ഒരു കൊട്ടയും തലയെ വെച്ച തിരുമേനിയുടെ പോക്ക്. മാടനെ കിട്ടിയ കൊട്ടയെ ചോന്നുകൊണ്ട് പോകാലോ. നല്ല ഭംഗിയുള്ള കാട്ടിക്കൂടിയ പോക്ക്. എങ്ങും കാണാത്ത ജീവികളാ. തിരുമേനിക്ക് വഴിയറിയാൻ മേല. പക്ഷെ മരങ്ങളും മൃഗങ്ങളും പക്ഷികളും ചെടികളും തിരുമേനിയെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിറുക്കി. അവർക്ക് തിരുമേനിയെ അറിയാം. കുറേ ദൂരം ചെന്നപ്പോ വഴിയിലൊരു പന്ത് കിടക്കുന്നു. തിരുമേനി എടുത്ത് കൊട്ടയിലിട്ടു. തിരിച്ചു ചെല്ലുമ്പോ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാമല്ലോ. കുറേ ദൂരം ചെന്നപ്പോ കൊട്ടയിലൊരനക്കം. കൊട്ടയ്ക്കകത്ത് പന്ത് പോലെ ചുരുണ്ടിരുന്നൊരു ഈനാമ്പേച്ചി പറഞ്ഞു, തിരുമേനി പയ്യപ്പോ പയ്യപ്പോന്നു. തിരുമേനിക്ക് രസം കയറി. തിരുമേനി പയ്യപ്പോയി. അപ്പൊ ഈനാമ്പേച്ചി പറഞ്ഞു, തിരുമേനി ഈ വഴി പോന്നു. തിരുമേനി ഈ വഴി പോയി. അപ്പൊ ഈനാമ്പേച്ചി പറയാ, തിരുമേനി ആ വഴി പോന്നു. തിരുമേനി ആ വഴി പോയി. അങ്ങനെ അങ്ങനെ തിരുമേനി ഇപ്പോഴും കണ്ട വഴിയെല്ലാം പോയിക്കൊണ്ടിരിക്കുക. തലയിലിരിക്കുന്നത് മാടനാന്ന് തിരുമേനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇന്ന് മുതല് എന്റെ പേരെന്താ? ആന്റണി. നിന്റെ പേരോ? സജീവൻ. സജീവൻ അല്ലടാ, ഷാജീവൻ. ആ പേരാണ് ഒരു ഗുണം. ഷാജി എന്ന് പറഞ്ഞാൽ തന്നെ ഊളകളുടെ ഔദ്യോഗിക നാമമാണ്. തറയാവാൻ തീരുമാനിച്ചാല് പിന്നെ നമ്മൾ കുഴി തറയാക്കുള്ളൂ, മനസ്സിലായോ? അപ്പം ഇന്ന് മുതൽ ഞാൻ ASIയും പിന്നെ നീ PC ഒന്നും അല്ല, ചുമ്മാ കൂലിപ്പണിക്കാര്. എന്ന് പറഞ്ഞ അവനെ പിടിച്ചോണ്ട് വന്നതിന് ശേഷം എന്റെ മെക്കലോട്ടൊന്നും കയറാൻ നിൽക്കരുത് കേട്ടോ. കാണുമ്പോ സലോട്ട് അടിച്ചോളാം. കുറികളെ ഈ ഭദ്രാവതി ക്രോസ് ಎಷ್ಟು ದೂರ ಆಗುತ್ತೆ? ಏನೊಂದು ಅರ್ಧ ಗಂಟೆ ಆಗುತ್ತೆ. സാറിന് ഇവിടുത്തെ ഭാഷയൊക്കെ അറിയില്ല. എടാ, ക്രൈം സ്ക്വാഡിലൊരു പോലീസുകാരെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു പോലീസുകാരന്റെ യഥാർത്ഥ ജോലി എന്താ? പോലീസുകാരന്റെ ഡ്യൂട്ടി. ഈ കള്ളന്മാരും ക്രിമിനലിലേക്ക് പിടിച്ചു കൊടുക്കുന്ന ആരാ? നമ്മളെ പോലെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നവന്മാരാ. അല്ലാതെ പോലീസാണെന്ന് പറഞ്ഞ് യൂണിഫോം ഇട്ട് സ്റ്റേഷനിൽ PP ഇതായിരിക്കുന്നവരൊക്കെ വെറും ചൗക്കിദാരാ, മനസ്സിലായോ? തണുത്ത നിനക്ക് എന്നാ ഒരു പ്രത്യേകത? ഒന്നുമില്ല. മറ്റുള്ളവരുടെ കൂടെ കൂടിയാ നീ അവരിൽ ഒരുത്ത മാത്രമാ, മനസ്സിലായോ? അല്ലാതെ ഒറ്റ പ്രാവശ്യം കണ്ട ഭയങ്കര ലുക്കുള്ള ചില പോലീസുകാരല്ലേ, നമ്മുടെ ചെട്ടിയാരെ പോലെ, അവനെ ഒന്നും ഈ പണിക്കുള്ളൂ. നീ സാറിന് കേട്ടോ, ചത്താലും ആന്റണി ചേട്ടൻ അത് മതി. പിന്നെ
ലുക്കില്ലാത്തോണ്ടൊന്നും അല്ലട്ടോ നിന്നെ സ്കോഡിലെടുത്തത്. DYSP സാറ് പറഞ്ഞായിരുന്നു കഴിവ് വേണം, പിന്നെ നിയമത്തോട് നല്ല ബഹുമാനം. സാറേ ഞാൻ ബസ് കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടിക്കറ്റ് എടുക്കും, PC ആണെന്നൊന്നും പറയില്ല. ആ അങ്ങനെ വേണം അവിടെ. മരിച്ചുപോയ നമ്മുടെ ബഷീർ സാറ് പറയുമായിരുന്നു, ഈ രഹസ്യ പോലീസുകാരെന്ന് പറഞ്ഞാൽ മീൻചന്തയിൽ കില്ലപ്പെട്ടി പോലെ ഇരിക്കണം. നമ്മൾ അവിടെ ഉണ്ടെന്ന് ആർക്കും തോന്നാനും പാടില്ല, എന്നാൽ നമ്മളെല്ലാം കാണും വേണം. ആ ഹലോ, ആണോ? വില കഴിച്ച കുഴപ്പമൊന്നുമില്ല. ഞാൻ ബസ്സിലാണ് ഇറങ്ങിയിട്ട് വിളിക്കാം. റേഞ്ചില്ല. ആ എല്ലാരും പറയുന്നത് ഒരു വർക്കുള്ളാത്തവനെ അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടിയവനെയൊക്കെയാണ് ക്രൈം സ്കൂളിലേക്ക് എടുക്കുന്നതാണല്ലോ. എടാ, സാധനം പൊങ്ങിയാലത്തൻ പെണ്ണുമ്പിളെ കുറ്റം പറയുന്ന പോലെ. ബത്തേരി സ്റ്റേഷനിൽ നിന്ന് എന്നെ റിലീവ് ചെയ്തില്ലായിരുന്നു. യൂണിഫോം ഇട്ടുകൊണ്ട് നീ ഇത്രമാത്രം കേസ് കളിച്ച ഈ വേഷം മാറി നീ എത്രത്തോളം കേസ് കളിക്കുന്ന SP സാറ് ചോദിച്ചു. ആ ബഷീർ സാറേ 5 കിലോ സ്വർണം കിട്ടിയ 3 കിലോ മാസത്തിൽ കാണിക്കും. അയ്യോ, അങ്ങനെയൊക്കെ ചെയ്യോ? കഴിക്കാം. പതുക്കെ മതി, ആവശ്യം പോലെ സമയം എടുത്തോളാം DYSP സാറ് പറഞ്ഞിട്ടുണ്ട്. സാർ അവനെ പെട്ടെന്ന് വിളിച്ചാൽ നമുക്ക് പെട്ടെന്ന് പോയിരുന്നു. വീട്ടിൽ പോകുന്ന കാര്യം പെണ്ണുപിള്ളേനെ കെട്ടിപ്പിടിച്ചിട്ട് ആലോചിച്ച് നീ പണിക്കിറങ്ങരുത് കേട്ടോ. നീ പേടിക്കണ്ട, അല്ലെങ്കിലും കൊള്ളാവുന്ന പോലീസുകാർക്ക് ഇതിനൊന്നൊരു മുട്ടുണ്ടാവുകയല്ല. അതുകൊണ്ടായിരിക്കും സാർ പെണ്ണ് കേട്ടാത്തത്. എത്രയാ? 45. ഈ ചുരുളിക്ക് പോകാനായിട്ട് ഈ വഴി മേപ്പോട്ട് പോയ ജീപ്പ് കിടപ്പുണ്ട്. ഒരു കുപ്പി തേരെടുക്കട്ടെ? വേണ്ട, പഞ്ചാരയുടെ അസുഖമുണ്ട്. ഓ എടാ ശശി, ഇത് നോക്കിയടാ, 2 അമേരിക്കക്കാരെ അനുഗ്രഹ ജീവികൾ അവരുടെ വണ്ടിയെ കെട്ടി കൊണ്ടുപോയത്. എവിടം വരെയാ കൊണ്ടുപോയത്? ചേച്ചി നരകത്തിലെ പട്ടീന്ന് പോലത്തെ ഒരുത്തിനെ പൊക്കാനാണ് നമ്മൾ പോകുന്നത്. നിന്റെ വായന മണ്ടത്തരൊന്നും വീണേക്കരുത്. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അവന് മണം കിട്ടിക്കാണും. അങ്ങനത്തെ പക്ഷെ അവൻ പട്ടിയാണെങ്കിലേ നമ്മുടെ DYSP സാർ കടുവേണ് സാറേ. അതിന്റെ അടിച്ചേട്ടാ എത്ര പേരെ എങ്ങനെയൊക്കെ നോക്കിയെന്നാ പിടിച്ചു കെട്ടിക്കൊണ്ടോ 8 കൊടുക്കണം ഷാജീവ. എന്നിട്ട് വേണം നിന്നെ സ്കോഡിൽ എടുത്തതിന് കളിയാക്കരോട് നീ 2 വർത്താനം പറയാൻ. അതെ. ആരെയും കാണുന്നില്ലല്ലോ. ചായുവോ നരകത്തിലോട്ട് ട്രിപ്പ് അടിക്കുന്ന ജീപ്പാന്ന് തോന്നുന്നേ.
ഇങ്ങ് വന്നടാ മോനെ. ഇതേലാണോ ചുരുളിലോട്ട് പോകുന്നേ? 5-6 പേര് കൂടി വരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ പോയേക്കാം. അവിടെ ആരെ കാണാനേട്ടാ? അല്ല, റബ്ബർ കുഴിയുടെ പണിക്കാ. അവിടെ ജോസോ ജോയിയോ അങ്ങനെ ആരുടെ പറമ്പിലാന്നാ പറഞ്ഞു. ഓ, ചിലപ്പോ തങ്കൻ ചേട്ടനായിരിക്കും. പുള്ളി പഴയത് കടങ്കൽ കൊടുത്തായിരുന്നു. പുതിയ തൈ വെക്കാനായിരിക്കും. ആ, എന്നാ അതാ ഷാജി. അയ്യോ, തങ്കൻ ചേട്ടൻ നാട്ടിൽ പോയേക്കാണല്ലോ. നിങ്ങൾ എവിടെന്നാ? ആളിവിടെ ഇല്ലേ? ആള് സ്ഥലത്തില്ല. ഞങ്ങള് കുറ്റാടി കൂരാച്ചുണ്ടിന്നാ. ഇനിയിപ്പം എന്നെയും ഷാജിവാ. ഇത്രയും ദൂരം മെനക്കെട്ട് വന്നല്ലേ. പുള്ളിക്കാരൻ 3-4 ദിവസം വരുമായിരിക്കും. അവനത് പരിചയത്തിലല്ല. അതെ, അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് ദിവസം കാര്യമല്ലേ ഉള്ളൂ. അവിടെ എവിടെയെങ്കിലും കൂടണം. അല്ല, ഞങ്ങൾക്ക് അവിടെ ആരും പരിചയം. അതിലിപ്പോ എന്നായിരിക്കും ചേട്ടാ, നിങ്ങൾ വണ്ടി കയറണേ. നമ്മക്ക് വേണ്ടിയും പറഞ്ഞങ്ങോട്ട് പോവാം. പാവങ്ങളാണ്, നല്ല എളിമയും മര്യാദയൊക്കെയുള്ള മനുഷ്യര്. ഇവിടേക്ക് വന്ന് ഈ കൃഷി ജീവിക്കുന്നവരല്ലേ. ആ നാറ് ഇവരെയും പറ്റിച്ച് ഇവിടെയും കൂടിക്കാണും. അവൻ എങ്ങനെ പിടിച്ചാലും ചാടിക്കളയെന്ന് എല്ലാരും പറഞ്ഞു. ബഷീർ സാറ് ഒരു തവണ പൊക്കിയതാ, എന്നിട്ട് ചാടിക്കളയും. അതൊക്കെ വെറുതെ. പക്ഷെ അവനെ തിരിച്ചറിയാനൊരു മാർഗമില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ്. എന്റെ ഷാജിവ വോട്ടർ പട്ടിക റേഷൻ കാർഡിൽ പോലും പേരില്ലാത്തവനാ. ഈ ഒരു പരിപാടി കള്ളും ആള് വന്നു. ഇതിലും കേൾക്കോ. ഇങ്ങനെ എടുത്തിരുന്നോ? ഇവൻ അറിയാണല്ലോടാ. എന്നാ ഒരു മണ്ണ. കുംഭമാസായാലേ ചുമ്മാ കുഴിയും കുത്തി ചേന നട്ട് ചവറിട്ടേച്ച് അങ്ങ് പോയേക്കണം. 5-6 മാസം കഴിയുമ്പോ ഒന്ന് പറിച്ചെടുക്കാം. ഇവിടെ മഴയൊക്കെ എങ്ങനാ? ഇടമഴയുണ്ടല്ലേ, വാഴയും നടാം. നല്ലതാ. പക്ഷെ എന്നാ പറഞ്ഞാലും ഇവിടേക്ക് വന്ന് കൃഷിയൊക്കെ ചെയ്ത് വെട്ടി വെളുപ്പിച്ച് എടുക്കണേല് നമ്മുടെ ആളുകൾ തന്നെ വേണം, അല്ലയോ? ബ്രിട്ടീഷുകാർ വന്നില്ലേ ചുമ്മാ കുന്നുമലയായിട്ട് കിടക്കേണ്ട സ്ഥലവാ. നിങ്ങളെങ്ങനെ നീ സംസാരിക്കത്തൊന്നുമില്ല. എനിക്ക് തോന്നി ഇങ്ങനെക്കാരുടെ അമ്പലവാ. ഒന്നുകൂടി പെരുപ്പിച്ചങ്ങ് വിട്. അടിസ്ഥാനവന്റെ അംഗം മുറുകിയത് അത് കൊള്ളാം കേട്ടോ. എല്ലാവർക്കും ഭാഗ്യം, തലയെതിരി പോയത്.
അപ്പുറത്തേക്ക് കിടന്നു. അനിടിച്ചോട്ടെ ഞാനുണ്ട്. കേറി വാന്നേ. വാ ആ കുടിച്ചു പോരെ. ആ ആല ഇച്ചിരി വിലക്കുറവുള്ളതാ. ഇതിലൂടെ ആള് കിടക്കുന്നില്ല. എങ്ങനെയാണ് ജീപ്പ് എടുക്കുന്നത്? ഞാൻ നോക്കണേ. പോട്ടെ തലമുടിയാറ് കേട്ടിട്ടൊന്നും നീ അക്കരെ കിടത്തൂലടാ. നിന്നെ ആരും ഇല്ലടാ കുത്തിക്കൊണ്ട് പോവാത്തെ. ഈ ആരുടെ നമ്മളൊക്കെ ഉണ്ടാക്കാനാണ് ഇങ്ങോട്ട് ചാടിക്കറന്ന് ചെറണ അമ്മയിരെ അവന്മാരുടെ മുമ്പത് പോണം. മറ്റേ കുട്ടുക്കും സാമോനോ വന്ന് കേറാ കൂത്തിച്ചു മക്കളെ. ആരുടെ കാന്റീനെ നോക്കി കേട്ടോ. കട പോലത്തെ സാമാൻ നോക്കിട്ട് മുട്ടാൻ വരുന്നു. നീ ഇങ്ങനെ ഇരിക്കണം വരും അങ്ങോട്ട്. എരുമക്കിട്ട് കയറ്റിട്ട് വരുന്ന വരവാണോ നാറി? എരുമക്കിട്ടല്ലടാ നിന്റെ തള്ളക്കിട്ടാണ്. എനിക്ക് പടാ പൂച്ച. ആ അങ്ങോട്ട് മാറി കിടക്കണം നാറി. നക്കാനെന്തെങ്കിലും എടുത്തു വെക്കടാ മയിരെ. നക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ പെണ്ണുമ്പിള്ളയുടെ കൂടച്ചൊക്കെ കൊണ്ടുവരാൻ പാടില്ല നാറി. കടവരാല് പോലെ രണ്ടെണ്ണത്തിന് തളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടടാ. വായി നോക്കിയിരിക്കണം. അതവിടെ ഇരിക്കട്ടെ. നീ ആദ്യമാർക്ക് കുടിക്കാൻ തോന്നിക്കും. ആദ്യം ദാഹിച്ചു വന്നവർക്ക് താകലെല്ലാം കൊടുക്കും. അതെ വല്ല കടൽ വരാലോ ചക്കയോ എന്തേലും നക്കാനായിട്ട് ഇവിടെ ഉണ്ടാവില്ലേ?
നല്ല മൂത്ത ഉടുമ്പ് ചതച്ചുണക്ക് കൊണ്ട് എടുക്കട്ടെ പോറാമായിരാന്നോ കല്ല് പഴുത്താണ് വെള്ളം അടിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് മൂക്കിയ നീ എനിക്കണ്ട നല്ല മാറ്റാ പിന്നെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ശകല അമോറി ചേർത്തിട്ടുണ്ടാവും. അയ്യോ അപ്പൊ ഇവിടെ കള്ളിട്ടിയല്ലേ? കള്ളയത്തേലായിട്ട് തെങ്ങോലായിട്ട് അതിന്റെ അപ്പം വരണം നാറി. ഇത് എവിടെ നിന്നിട്ടാണ് പൂർവ്വമാരെ? നമ്മുടെ തങ്കഞ്ചേട്ടൻ ഓർമ്മയിൽ കുഴി കുത്താൻ വന്നാന്നേ. ഇവിടെ വന്നപ്പോൾ ആള് നാട്ടിൽ പോയി. ഇമാർക്കെല്ലാവർക്കും ഞാൻ ചെലവിന് കൊടുക്കേണ്ടി വരും. അല്ല കഴിഞ്ഞ പോലെ ഒരുത്തിനോട് വന്നാ പോകാൻ നേരത്തെ എന്നെ കുണ്ടി അടിച്ചു വിളിച്ചിട്ടാ പോയെ. പറയാനുള്ള കാര്യം ഞാൻ അവിടെ പറയും. ഇത് മൂഞ്ചനാറി കുറച്ച് ഇറച്ചി തരാം. ഈ മുളയാറ് കപ്പ തരാൻ പറ്റുമോ? കയ്യല്ലേ ഉള്ളൂ. ആനന്ദം പരമാനന്ദ എന്റെ കുടുംബത്ത് ഞാനൊന്ന് തുള്ളിക്കളിക്കൂ എന്റെ കുടുംബത്ത് ഞാനൊന്ന് തുള്ളിക്കളിക്കൂ ആനന്ദം പരമാനന്ദമാണ് എന്റെ കുടുംബം ആനന്ദം പരമാനന്ദമാണ് ഞാനൊന്ന് തുള്ളിക്കളിക്കൂ എന്റെ കൂടാന്ന് ഒരിക്കലും കരുതണ്ട. എന്റെ കുടുംബത്ത് എന്നെല്ലാരും ഉണ്ടായി. സാറേ ആ നമ്മള് വന്നാരും DVSP സാറിനെ റിപ്പോർട്ട് ചെയ്യണ്ടേ? എടാ ഇത് എപ്പോഴും ചെന്ന് റിപ്പോർട്ട് ചെയ്ത് തന്നെ സർക്കാർ ഓഫീസാണ്. നീ ചുമ്മാ ബസ് സ്റ്റാൻഡായിട്ട് ഒരു പൊട്ടനം വിടേച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കിയിട്ട് അല്ല.
മതിയടാ അത് എടുത്തോ നടക്കേ. പുതിയ പെണ്ണ് കയറി വന്ന പെര പോലെ ഉണ്ട്. നല്ല അടിച്ച് വൃത്തിയാക്കിയാൽ അടുക്കി പറക്കി വെച്ചു. നീയൊക്കെ എവിടെ ചെന്നാലും ജീവിക്കണവർക്കാ. 11 മണിയായിട്ട് നിങ്ങളെ കാണായിരുന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇതിന് മുമ്പ് വന്നമാര് ഇതൊക്കെ തന്നെ പറഞ്ഞോണ്ടിരുന്നത്. പെണ്ണുങ്ങൾ ചെയ്യുന്ന എല്ലാ പണിയും ജീവടാ. കൂട്ടാനെന്താടാ? ഇങ്ങനെ കൊള്ളാനാണ്. പക്ഷെ ഇത്തിരി നന്നായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. മുളകുടി കളിക്ക് ഇങ്ങനെ നീ പിടിച്ചേ. കൂടിയല്ലോ. കൂടി എന്നാലും ഇത് കൂട്ടണ നെഞ്ചങ്ങ് കാന്തണം. അതെ, ഇവിടെ ഒന്നും കശാപ്പുണ്ടോ? ഉണ്ടല്ലോ. നീ പാതിരാത്രി കാട്ടിച്ച് നിന്നാ മതി. അവിടെ എന്റെ അപ്പനും അമ്മാമ്മയും കൂടെ കൂടി പന്നീനെ കശാപ്പിയുണ്ട്. ഓടാ അറിയുന്നു. ഇതിങ്ങനെ തിന്നു നിർത്താ മതി. വെക്കണ്ടേ ഇത്? എനിക്ക് വേണ്ട. കൊണ്ടാ വെച്ചോളൂ. എടാ, ഈ പ്രദേശത്തെ മൊത്തം എത്ര വീട്ടുകാരുണ്ടാവും? സെൻസസ് എടുക്കാൻ വന്നാണോ? ഇവിടെ ഒരു ചോദ്യം. സ്ഥിരമായിട്ട് പണിയുണ്ടല്ലേ? ഇവിടെ തന്നെ നമുക്ക് കൂടാന്ന് കരുതിയായിരിക്കും അല്ലടാ. ആ, നീ വേണേ ഇവിടെ നിന്നോ, ഞാൻ പോയേക്കുവാ. ഓ, അവൻ പോയടി. രാത്രി മുഴുവൻ കാട്ടിക്കൂടെ നടക്കുമല്ലായിരുന്നോടി. കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. നിനക്കെന്നാ അത്ര കുഴപ്പം? മരം വെട്ടുന്ന കൊടാനിരിപ്പുണ്ട്. എടുത്തൊരൊറ്റ വെടിവെച്ച് തരും ഞാൻ. നീ ആരാ CBI-യോ? മരം ഉണ്ടായിരുന്നോണോ? ചെറിയ മണം കിട്ടിയാൽ മതി. അവനെ പിന്നുള്ള നാഗാലാൻഡിൽ പോയി നോക്കേണ്ടി വരും. ഇവിടെയുള്ള എല്ലാരെ കുറിച്ച് അറിഞ്ഞാലല്ല അവനെ പിടികിട്ടു. ഇവിടെ സമയം കളയണ്ടെന്ന് വെച്ചിട്ടാ. എടാ, സമയം പോണം. നേരത്തെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലി വേറെ വല്ല പണിക്കുമ്പോ കാറടച്ച് വെടിവെച്ച് ഒരു മൈലിന് പോലും കിട്ടത്തില്ല. അമ്മിയിരിക്കും. അപ്പം വന്നിയാണ്. എനിക്കെന്ത് ഇവിടെ കൊണ്ട് കുറെ നാളായ പോലെ തോന്നണം. നീ വല്ല പൈസ കൊടുത്താണോ പോലീസിൽ കയറിയത്? ഒരുമാതിരി ഇരുട്ടുമ്പോ വീട്ടിൽ കയറുന്ന മണമുണാഞ്ചന്മാരെ പോലെ. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടത്. ഷാപ്പിൽ ആളോ കപ്പ എടുത്തോണ്ട് വന്നേ. ഞാൻ പോയി. ഉമ്മ വണവണ വർത്താനം പറഞ്ഞോണ്ട് എപ്പോ നോക്കിയാലും ഒരു അവധി. അതിപ്പോ ഒരു 1.5 കൊല്ലം കറണ്ട് വന്നിട്ട് എനിക്ക് ഷാപ്പിലായിട്ട് വീട്ടിൽ കിട്ടിയിട്ടില്ല. കാടാകുമ്പോ കറണ്ട് പിടിക്കാൻ കാര്യം പറയാം. നീ ഇതൊക്കെ അറിയണം. എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. ഒന്നാമത് പെരും മനവാ ഇവിടെ. ഈ മനസ്സിൽ കൂടെ എന്റെ അമ്മയുടെ പേരെടുക്കാൻ പോടാ നാറി. ഇങ്ങനത്തുള്ള പട്ടികളെ ഇവിടെ എല്ലാവരും പരിചയക്കാരല്ലേ? ഞാനറിയണ വെച്ചേ ആകെ മൊത്തം കുറച്ച് പേരല്ലേ ഇവിടെ ഉള്ളൂ. ഈ കണ്ടു പരിചയം വെച്ചുള്ള ഗീച്ചാ ഗീച്ചിന്ന്. ചേട്ടന്റെ ഒരു ഫിലിപ്പ് എന്നല്ലേ? പിന്നെ പുള്ളി എന്താണ് നമുക്ക് അറിയാന്ന് വിളിച്ചത്? ഇന്നലെ ഉറക്കം അങ്ങനെ ഉണ്ടായിരുന്നു. ഉറക്കം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഓരോറക്കം കഴിഞ്ഞപ്പോഴേ എന്തോ തട്ടുമുട്ടൊക്കെ കേട്ടു. ഇവിടെ ഇടയ്ക്ക് ആന ഇറങ്ങും. അയ്യോ, ആന ഇറങ്ങും? ഇറങ്ങും. ആന ഇറങ്ങിയാൽ ഭയങ്കര പ്രശ്നമില്ല കേട്ടോ. പേടിക്കാനൊന്നുമില്ല. 2 പ്രാവശ്യം എന്റെ വീട് തള്ളി കളഞ്ഞത്. അവര് വന്ന് ഉന്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ ഒരെണ്ണം കിട്ടും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ പേടിക്കാനൊന്നുമില്ല. 2 കട്ടയ്ക്ക് അടിച്ചു ചീഞ്ഞ അടുത്ത കുറേ വെച്ചാൽ മതി. ഒന്നും അറിയില്ല.
പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാട്ടാ, ഞാൻ ഒച്ചയായിട്ട് പുറത്തേക്ക് നോക്കുമ്പോ തീ പോലെ ഒരു സാധനം പോയി. ഈ സൈറൻ അടിക്കുമ്പോൾ ഈ ചിഹ്നം പിടിക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടായിരുന്നു. ഏതാണ്ട് അതുപോലെ ഉണ്ടാവും. അതിനൊന്നറിയോ, ഈ വടക്കേമലയിലെ തീച്ചാമുണ്ടി തെക്കേമലയിലേക്ക് പോകുന്ന ആണോ? അവിടെ ഒരു സായിപ്പിന്റെ പഴയ പള്ളിയുണ്ട്, മാതാവിന്റെയാ. അതന്നെ, ചേട്ടത്തി അനിയത്തിനെ കാണാൻ പോകുന്ന നീ. ഓ പിന്നെ അല്ലാതെ ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. ശ്രദ്ധിക്കണ ആറി ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത്ര അകലത്തില് നീ എന്നാ പറയുന്നത്? ഇവിടെ പറഞ്ഞ് കണകുണ ചോദ്യങ്ങളും ചോദിക്കരുന്നു. ഇതുകൊണ്ട് ആന നിന്ന സാധന ചന്നക്കൂവ. ഇതുണ്ടോ ഇതേക്കൂടെയൊക്കെ ഈ ചുവനൊക്കെ ആന പോകുന്ന വട്ടം കടന്നു പോകും. നമുക്കിനി കുറച്ചുകൂടെ അകത്തേക്ക് കയറി പോകാറുണ്ട്. അതേ ഇന്നത്തേക്ക് വിട്ടല്ലേ, ഒന്ന് വന്ന് കൂടിക്കടാ. ഇയാളെന്തോരും ഒരു കാട്ടുമാക്കാനെ പോലെ നാറിയെന്ന്. അയാളുടെ പറമ്പിലെ കപ്പ തന്നെയായിട്ട് എലി പോലും കയറിയല്ല. അവിടെ വേറെ ആരുമില്ലേ? 2 ഭാര്യമാരെ ചവിട്ടിക്കൊന്നല്ലേ. ഒരു മകളുണ്ട് ഊക്കം ഞരക്ക. കെട്ടുപ്രായം കഴിഞ്ഞു കഴിഞ്ഞിട്ടും വിത്തിന് നിർത്തിയേക്കൊന്നു തോന്നുന്നു. നിനക്ക് നോട്ടുണ്ടോ? അയാളെ ഷാപ്പിൽ വന്ന് ആരോടും മിണ്ടൂലല്ലേ? അയാളോട് മിണ്ടാൻ കൊള്ളിയല്ല. 2 വർഷം മുമ്പ് ഒരു വാസുച്ചേട്ടനുണ്ടായിരുന്നു. അയാളെ തപ്പി 2 പോലീസോടെ വന്നു. ഈ നാറി അയാളെ പറ്റിയത്. ഇവിടെ പോലീസൊക്കെ വരൂ? കേസ് എന്തായിരുന്നു? നിനക്കല്ല പോലീസിനെ പേര് വേറെ. നിങ്ങൾ വല്ല കൂട്ടുകാരോസം കഴിഞ്ഞു വന്നാണോ? പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഒരു പോലീസും വരികയില്ല. അങ്ങനെ ഒരു പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരാൻ വണ്ണം പോവുകയില്ല. ചില വിഷമിക്കും. ഇത് കര വേറെ മനെ. തീറ്റയും കുടിയല്ലാതെ ഒരു പണിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആ തങ്ങന്റെ വീട് വരെ പോയി നോക്കിയാൽ എന്നാ? അവന്റെ പെണ്ണുപിള്ളി അവിടെ കാണും. എഴുന്നേറ്റ് പോടാ. നിങ്ങളുടെ പണിസ്ഥലം അവിടെ നിന്ന് പിന്നെ നടക്കണം കൊറേ ദൂരം കൂടെ. അയാള് വരട്ടെന്ന് ഒരു പണി പറഞ്ഞുറപ്പിക്കാന്നുള്ളത് അതാണ് ഞങ്ങളായിട്ട് വേണം. ശരിയാനേട്ടാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? ഒരു കുഴിക്ക് എത്ര രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണി അങ്ങോട്ട് തുടങ്ങാൻ സമയങ്ങളുണ്ടല്ലോ. നീ പോടാ നാറി. പെണ്ണുങ്ങൾ മാത്രമുള്ളടത്തേക്ക് ഞാനില്ല. നിനക്ക് പോയാലോ? അവിടെ കാലിലാണ് ചമക്കോ? ഞാനെന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ചേച്ചി, നമ്മുടെ ഷാപ്പുകാരന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു? അമ്മാമേ, നീ ഏതാ? നിന്നെ ഇവിടെ എങ്ങാണ്ട് കണ്ടിട്ടുണ്ടല്ലോ അതിർക്ക. ഞാൻ കുറച്ച് ഊർത്തുന്നാ. അതല്ല, ഇവിടെ എന്തിനാ വന്നെന്നാ ചോദിച്ചേ. ഞാൻ തങ്കച്ചന്റെ പറമ്പിലേ റബ്ബറിന് കുഴി കുത്താൻ വേണ്ടി വന്നാ. എന്നിട്ട് കുത്തിക്കഴിഞ്ഞോ? അതിന് തങ്കച്ചൻ അവിടെ ഇല്ലല്ലോ. ഈ പ്രദേശത്ത് ഇരുട്ടിന്ന് വന്ന് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നീ കുഴി കുത്തുവല്ലേടാ?
നീ കുഴി കുത്തുവല്ലേ? ചുരുളിയിൽ വന്നിട്ട് നീ കുഴി കുത്തുവല്ലേടാ? നീ എന്ന് പറയണ മൈര മാനേരെ? ഇവിടെ നീയാണോ ചെയ്ത് ഞാനാണോടാ? എന്റെ സബോർഡിനേറ്റായിട്ട് നിങ്ങൾ തള്ളിയേക്കുന്നത് മനസ്സിലായോ? അവിടെ എല്ലാവരും പുറത്തു പോയടാ. നീ എന്തു മുമ്പാണ് നാട് വീഴുന്ന ഇറങ്ങിയത്? ചേട്ടനല്ലേ സാറെന്ന് വിളിയണം. ഇനി ആരില്ലാത്ത നീ സാറെന്ന് വിളിച്ചായി മനസ്സിലായോ? മറ്റുള്ളവരൊക്കെ ഇപ്പൊ മാറിപ്പോണ്ട് അങ്ങനെ വിളിച്ച മൈര ചവിട്ടിന്റെ നടി ഓടിക്കും. എഴുതട്ടാ അവന് മാറില്ല. നീ ഒരു സല്യൂട്ട് അടിച്ച് ഞാനൊന്ന് കാണട്ടെ. അടിയടാ. എന്നിട്ട് പറ, നീ ഇറങ്ങാൻ പോയിട്ട് നിനക്ക് എന്നാവരെ കിട്ടിയേ? സാറേ, ഇവിടെ ഉള്ളവന്മാർക്ക് കള്ളപ്പേരുകളാണ്. ഒരാൾക്ക് തന്നെ 4-5 പേരുണ്ട്. അപ്പൊ നമ്മള് മയിലാടുംകുട്ടി ചോദിന്ന് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. അവനവന്മാരുടെ കൂട്ടത്തിൽ ആരും ആവാമല്ലോ. പിന്നെ നീ എന്നെ വിചാരിച്ചേ 1ാം ക്ലാസ്സിൽ പേര് വിളിച്ച അറ്റൻഡൻസ് എടുക്കുന്ന പോലെ പ്രതികളെ പൊക്കാവുന്നതാണോ? സാറേ, എന്റെ അഭിപ്രായത്തില് ഒരു ബറ്റാലിയൻ പോലീസ് തോക്കുമായി വന്നിട്ട് ഇവന്മാരൊക്കെ പിടിച്ചിട്ട് പോണം. കാരണം മൊത്തം ക്രിമിനൽസ് ആണ്. അപ്പൊ നമ്മള് ഒരു ലോഡ് പിടികിട്ടാ പുള്ളികളെ പിടിച്ചു ആവും. അല്ല സാറേ? മോനെ ഷാജീവ, എത്ര കൊല്ലായി മോൻ സർവീസിൽ കയറിയിട്ട്? 5 വർഷമായി. 20 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. അതിൽ തന്നെ 6 വർഷമായിട്ട് ക്രൈം സ്ക്വാഡിലാണ്. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കണം. നമ്മള് പോലീസുകാർ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആരുമായിട്ടാണ്? ക്രിമിനലുകളുമായിട്ട്. ഈ ക്രിമിനൽസിനെ പറ്റി നമുക്ക് വിവരം തരുന്ന ആരാ? ഇതേ ക്രിമിനൽസ് തന്നെ. ചുരുക്കി പറഞ്ഞ അവര് നമ്മുടെ കന്യാ മോനെ ഷാജീവ. അപ്പൊ നമ്മൾ ആരും പിടിക്കേണ്ടതാണ്? അങ്ങനെയല്ലടാ. ഈ ലോകം മുഴുവൻ നാറികളാണ്. നമുക്ക് ആവശ്യമുള്ള നാറികളെ നമ്മൾ പിടിക്കുന്നു, മറ്റുള്ളവരെ നമ്മൾ കാണുന്നേ ഇല്ല. ഇപ്പോ ഇവിടുത്തെ ഈ മാനേര് തായോളിയില്ലേ, അവൻ പണ്ട് പേരാമ്പലെന്ന് ചിട്ടി കമ്പനി നടത്തി പൊട്ടി മുങ്ങിയതാ. എനിക്ക് അവനെ മനസ്സിലായി. പക്ഷെ നമുക്ക് അവൻ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോ സുകുമാരക്കുറുപ്പിനെ കിട്ടിയാലും പിടിക്കണ്ടേ? നീ കുറച്ച് അച്ചാറെടുത്തേ. കുറുപ്പ് ഇപ്പം എന്റെ മുമ്പിൽ വന്ന് നിന്നാ ഞാൻ പറയും, എന്റെ പൊന്നു കുറുപ്പേട്ടാ നിങ്ങൾ മുങ്ങിക്കോ. നിങ്ങളെ പിടിച്ച പിന്നെ എന്നാ ഒരു രസം. ഇവന്മാര് നാളെ അതങ്ങ് മറക്കും. ഇപ്പോഴാണെങ്കിലോ ഒരു 200 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു നീ മൈരന്മാര് പറഞ്ഞുകൊണ്ടാണ്. നീ ഒരു ശബ്ദം കേട്ടോ? പേടിച്ചു രണ്ടാളും സുകുമാരക്കുറുപ്പിന്റെയും ശോഭരാജിന്റെയും കാര്യമൊക്കെ പറയുന്നത് എന്നെ വല്ല തട്ടാനുള്ള പരിപാടിയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേ നേരത്തെ പറഞ്ഞേക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ മറ്റന്നാൾ ഷാപ്പില്ല. എൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാന. 2 പേർക്കും പല ഇറച്ചി മീനും കൂട്ടി ബേഷായിട്ട് ഞണ്ണാം. ഞാനങ്ങ് മാറിയേക്കാം. എടാ ഷാജീവാ, ഈ കക്കൂസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. എന്താണ് സാറേ? ഇപ്പൊ നമ്മളിവിടെ കൂലിപ്പണിക്കാരായിട്ട് അഭിനയിക്കുമല്ലേ, അതുപോലെ നമ്മളാരും കാണുന്നില്ലെന്ന് അഭിനയിച്ചേക്കണം. അത്രേ ഉള്ളൂ. ആദ്യ കുർബാന നടത്താൻ ഇവിടെ എവിടെന്ന പള്ളി? നീ വല്ലതും കണ്ടായിരുന്നു? അത് തന്നെ സാറേ ഞാനും ആലോചിക്കുന്നത്. പള്ളി പോയിട്ടൊരു കുരിശടി കൂടി ഞാൻ കണ്ടില്ല. സാറേ, മയിലാടും കുറ്റിച്ചോടൊരു തുമ്പൂടി കിട്ടുന്നില്ലല്ലോ. നീ ഒന്ന് അടങ്ങ്. എത്ര പേര് പിടിച്ചിട്ട് അനങ്ങാത്ത കേസാ.
എന്നാലും എന്റെ ഒരു അനുഭവം വെച്ച് പറയുക, ഇങ്ങനെയുള്ള കേസിൽ നിന്നും അവസാനം വരെ നടക്കുകയില്ല എന്ന് തോന്നും. പക്ഷെ അവസാനം ഒരു വഴി തെളിയും. ഈ ആദ്യ കുർബാന അതിനുള്ള ആടാ. ഇതൊന്ന് ചാക്കി പറക്കി വെച്ചാണോ ഇത് വെക്കണല്ലേ നീ മൂച്ചിന്ന് വിളിക്കണേ പിഴിഞ്ഞു കുടിക്കുമല്ലേ? ഓ എന്റെ പൊന്നടാ മക്കളെ, നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരിക്കാതെ ഒന്നും വൃത്തിയാക്കാൻ കൂടും. നാളെ ഇവിടെ ആൾക്കാർ വരണ്ടല്ലേ വൃത്തിയാക്കാൻ കൂടാന്ന്. നീ ഒരു കാര്യം ചെയ്തേ, ഈ തീക്കല്ലിൽ ഇച്ചിരി ചെട്ടക്കകത്ത് വാരി ഇച്ചിരി കുന്തിരിക്കോട്ടിരുന്നോ ശരിക്കും വീശി എടുത്ത് അങ്ങനെ ഇവിടുത്തെ ഈ ചോരയുടെ ഇറച്ചിയുടെ ഈ വാളിന്റെ ക്ലാവ് മണമൊക്കെ ഒന്ന് പോട്ടെ. കൊച്ചിന്റെ ആദ്യ കുർബാനായിട്ട് ചേട്ടൻ ഷാപ്പ് വൃത്തിയാക്കാൻ നിൽക്കാണോ? അത് ഞങ്ങൾ ചെയ്തോളൂ. മറ്റന്നാളെ ഒരു ഷാപ്പുള്ളൂ. ചേട്ടൻ പള്ളിയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. ഇത് ഞങ്ങൾ ചെയ്തോളാം. അതെ, നീ വന്നൊരു കാര്യം പറയാം. എന്താണ്? അതെ, 2 ദിവസത്തേക്ക് നമ്മുടെ പള്ളി ഇതാ. ഇത് അൾത്താര, ഇത് ബലിപീഠം. ഇവിടെ ആൾക്കാർക്ക് ഇങ്ങനെ എണീറ്റ് ഇരിക്കോ മുട്ട കുത്തിയിരിക്കോ എന്ത് വേണേ ചെയ്യാം. ഒരു കുഴപ്പമില്ല. നീ വാ കാര്യം പറയാം. പക്ഷെ പറഞ്ഞേക്കടാ, ഇതേണ്ട, ഇതാണ് അച്ഛനും കപ്പിയാർക്കും ഡ്രസ്സ് മാറാനുള്ള സങ്കീർത്തി. എങ്ങനെയുണ്ട്? ഇതെന്നാന്നറിയോ? എല്ലാത്തിനുള്ള മുറി. നിങ്ങളെ ഇതേ കണ്ട മരുന്നുണ്ടോ? ആ മരുന്നൊരു പഴുത വലിച്ചു കെട്ടി കഴിഞ്ഞാൽ അതാ നമ്മുടെ കലവറ. ഒരു 10-75 പേർക്ക് മാനവരയാക്കി നമുക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഇതിപ്പം ഷാപ്പ് പള്ളി ആയതാണോ അതോ പള്ളി ഷാപ്പായതാണോ? എന്തായാലും ഒരു ആത്മീയ ഉണർവുണ്ടല്ലോ. 10-70 ആളുകളുണ്ടല്ലോ. അടുത്തുള്ള ആളുകളൊക്കെ തന്നെ ഇരിക്കും. അതെ, കറിയച്ചായോ എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും വരുവോ? എടാ കൊച്ചു പിച്ചടക്കം എല്ലാവരും വരും. അല്ല, ചേട്ടനോട് പിണക്കമുള്ള ആളുകളും ഉണ്ടാവുമല്ലോ. ഈ ദൈവസന്നിധിയിലെ ആർക്കാ കുഞ്ഞാടെ പിണക്കം? നീ അവിടെ പോയി മര്യാദയ്ക്ക് പണിയെടുക്കുക. കൂടുതൽ കുണയ്ക്കാൻ നിൽക്കില്ലേ? പെട്ടോണ്ടോ നോക്കടാ കുന്നോടാ. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ശരീരമൊന്നും അടഞ്ഞില്ല. ഒരു കല്ലുണ്ടോ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. വെളിയിലെത്തിച്ചാ ദൈവം നിങ്ങളെ വിശദീകരിക്കുമാറാകട്ടെ. വത്സല മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമാറാകട്ടെ. മാമോദീസ വഴിയായി നിനക്ക് ലഭിച്ച വരപ്രസാദം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ നിന്നെ യോഗ്യാക്കുകയും ചെയ്യട്ടെ. അതുവഴി നിന്റെ കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും ഈശോമിശിഹായുടെ ശരീരമാകട്ടെ. ഈശോമിശിഹായുടെ ശരീരമാകട്ടെ. കറി കൊള്ളാല്ലേ? ഇരുന്നല്ലോ. അല്ല, ഞങ്ങൾ റബ്ബറിന് ഉഴുത്താൻ വേണ്ടി വന്നോ? വീടെടുത്തോ? ഇവിടെയും കണ്ടിട്ടില്ല. ഉണ്ടോ? കഴിക്കേ എല്ലാവരും കഴിക്കേ.
ഒരു സാമ്പാർ ശരി. ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഫസ്റ്റ് എത്തിക്കറിയല്ലേ? എന്തിയല്ലോ? പിന്നെ എല്ലാം കൊള്ളാം. ഞങ്ങളെല്ലാവരുടെ വെപ്പ് ഇങ്ങനെയൊക്കെ തന്നെയാ. ആണോ? ഞങ്ങള് പണിക്ക് വന്നോ? താമസം ഇവിടെ ഷാപ്പിലാണോ? ഇവിടെ തന്നെ. ശരി ഒഴിക്കട്ടെ കുറച്ച്. ചേച്ചിക്ക് കുറച്ച് പുളിശ്ശേരി ഒഴിക്കട്ടെ. അവിടെ വേണോ? ശരി കപ്പയായിരുന്ന മണിച്ചോ, കാണുന്നില്ലല്ലോ. മണിച്ചോ, മണിച്ചോ, എവിടാ? ആ എവിടെയാന്ന് പറഞ്ഞ? പ്ലാവിന്റെ ചോട്ടിലിരിക്കുന്നു. അതായിരിക്കുന്നതായിരിക്കും. രാജീവാ, ആ ആളിവിടെ ഉണ്ടെന്നുള്ളത് കൃത്യമായ വിവരവാ. പക്ഷെ മയിലാടുംപറമ്പിൽ ജോയി എന്നൊരു കൊണച്ച പേരല്ലാതെ വേറെ മയിലും നമ്മുടെ അടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും തന്നെ ഉച്ചയായിരിക്കുമല്ലോ സാറേ, അല്ലേ? ചേട്ടാ, അങ്ങനെയാണെങ്കിൽ നാറിക്ക് നമ്മളോടൊന്നും പറയത്തില്ലേ? സാറ് ദാണ്ടിരിക്കുന്ന മയിലാടുംപറമ്പിൽ ജോയി, നമ്മൾ അവനെ അറസ്റ്റ് ചെയ്തില്ലേ? അതെ, ഈ വിളിച്ചു പറഞ്ഞവൻ എവിടെയെങ്കിലും മാറി നമ്മുടെ എലിയും പൂച്ചയും കളിയും കണ്ട് രസിക്കായിരിക്കും. ചേട്ടാ, എലിയും പൂച്ച അവന്റെ അപ്പന്റെ അണ്ടി മയിര്. നീ ഇവിടെ ചോർന്ന് ഒഴിച്ചേ. എനിക്കൊരാഗ്രഹമുണ്ട്. ഈ മയിലാടുംപറമ്പിൽ ജോയി ഒറ്റി കൊടുക്കുന്ന ഈ നാറിയില്ലേ, അങ്ങനെ ഒരുത്തനുണ്ടേലും അവനൊന്ന് കാണണം. ഒരു സെക്കൻഡ്. എടാ, ചിലപ്പോ അവനും ക്രിമിനലായിരിക്കൂടാ. മതി മതി. ഇതാണ് മോനെ ജീവിതം. ഞാനെന്തായാലും ഒന്ന് അർമാദിക്കാൻ പോവാ. അവരാച്ചോ, ഞാനും വരുന്നുണ്ട്. നീ കേട്ടോ, ഞാൻ ആലോചിച്ചോളാം. പിന്നെ വല്ല അട്ടയും പിടിക്കാൻ കഴിഞ്ഞൊന്നും പറഞ്ഞേക്കല്ല. നിന്നെ അതൊക്കെ ഞാൻ നോക്കി പോകാം. ഇതിന്റെ ഇടയിലെ തങ്കുമെന്ന് ഞാനെന്ത് ചെയ്യാനാണ്? നീ അടുത്ത് കോണത്തിലോട്ടേക്ക് മയിരെ 20 ട്രെയിനിങ് ഞാൻ തോക്ക് പിടിച്ചോ. മനുഷ്യനെ വെടി വെച്ചിട്ടുണ്ടെന്നാണ് ആഗ്രഹം. ഒരു കുഞ്ഞിനെ പോലും ഇതുവരെ കൊല്ലാൻ പറ്റിയിട്ടില്ല. മയിരൊന്നൊരു പന്നീനെ അടിച്ചിട്ടുള്ള കാര്യം. പന്നീനടിച്ചിട്ടോ? ചെല്ലേ, എന്ത് പൂർണ്ണ ഞാനിത് പൊളിക്കും. നമുക്കൊരു പോത്തിനടിക്കാവാ. ഒരു എരിയുന്ന വാലും പൊക്കി വന്ന് നിപ്പുണ്ട്. എന്നാ അടിച്ചോന്നും പറഞ്ഞു. ആ തോക്ക് 5 പിടിക്കുമായിര. അപ്പൊ തോക്ക് വേണ, ഞാൻ പിടിച്ചോളാം. എടാ കുഞ്ഞുകുണ്ണ, നീ കുമ്പളങ്ങോടത്തോളെങ്കിലും നീ ആള് ഭയങ്കരനാണോടാ. പൂരപ്പറമ്പിലെ പരിപാടിയായിട്ടൊന്നും അറിയിക്കോളൂ. കാപ്പാന്നൊരു വിചാരം വേണ്ട. എടാ ഓർജേ, വന്നേ. എന്നാ ഞാൻ 500 രൂപ ചോദിച്ചു. മേടിച്ചോ.
നീ ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ, എന്തോരം പണിയാണ് എടുക്കണേ. എടുത്തോ വന്ന് ആ പൈസ കാണിച്ച്. ഇതിവിടെ കിടന്നതിൻ്റെ വാടക. ഇനി തീറ്റയിലും കുടിയുടെയും ആയിട്ട് ഒരു 1000 രൂപ കൂടി വരാനുണ്ട്. അത് തങ്കം വരുമ്പോൾ മേടിച്ചതായി. അവരിതുവരെ ഒന്നുമില്ലല്ലോ. അവരെ വല്ല ആലയും ചവിട്ടിക്കൊണ്ടാണൂടാ. അവർ 2 ദിവസം കഴിയുമ്പം വെറുകാരിപ്പഴങ്ങളോ ഒന്നും ചീഞ്ഞ് ആറണമെന്ന്. അന്നേരം നീ ഇവിടെ ഒരു ചാക്ക് എടുത്തുകൊണ്ട് പോയി എന്നെ കൈയും കാലും ഒക്കെ പറിച്ച് കൂട്ടിയിട്ട് എന്നെ അറിയിച്ചാൽ മതി കേട്ടോ. കിടന്നുറങ്ങിക്കോ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ಸಾಡುತ್ತ ಕೋಗಿಲೆ ಹಾಡುತ್ತಿದೆ. കുണ്ടി വെയിലടിച്ചിട്ട് വരുന്ന അതിന്റെ മക്കളെയും കാണാനില്ലല്ലോടാ. നിന്റെ ഒക്കെ മുതലാളില്ല തങ്കൻ, ആ മരുന്ന് കാണാനില്ലല്ലോ. 4-5 ദിവസം കഴിയുമ്പോ വരേണ്ട ആളവൻ. ആ കഴപ്പൂത്ത് വല്ല വെടിയുടെ പുറകെ പോയി കാണും. നീ വല്ല പോലീസും പൊക്കിയോടാ. അവനെന്തിനാടാ പോലീസ് നോക്കുന്നത്? എന്തേലും താഴത്തരം കാണിക്കാതെ ആരെങ്കിലും വരുവാടാ അമ്മയുടെ. രണ്ടെണ്ണം കൂടി എട്ടാമത്തെ തവണ കോളത്തിൽ പുതുത്താ വരുന്നേ.
അവന്റെ മോന്ത കണ്ടാ മതി. നീ എന്റെ കളി ഈ തോക്കിനും മാടത്തോടെ കുത്തന്നല്ലോ. വാ നീട് നടക്കേ. പട്ടികളെ ഒരാഴ്ച പലതന്ത ഷാപ്പിന്റെ പരിസരത്ത് കണ്ടാക്കാൻ ഇനി ഇറച്ചിക്ക് വരുന്ന കുണ്ണ എത്തിയാൻ കറി വയ്ക്കും. ഈ ബൗസ് കിട്ടും അതിന്റെ മോൻ തോക്കുകയാണ്. ഈ തൊളതിരിയാത്തവനൊക്കെ കൊണ്ടുപോയ ഒരു മയിലും കിട്ടത്തില്ല. ഒറ്റ തൊഴിയും വെച്ചെന്നുണ്ടല്ലോ. മതിയടാ. ഓ എന്നാലും വെറും ഒരു പീച്ചയായി നിന്റെ ശുപാർശല ഈ ഓഞ്ഞ ചാരക്കടൽ എന്നെ തിരിച്ചെടുത്തെന്ന് ഓർക്കുമ്പോഴാ. ആ എന്തായാലും ഒരു ഗുണമുണ്ടായി. ഈ ജോയി അവനല്ലെന്ന് മനസ്സിലായല്ലോ. ഉറപ്പാണോ? ആടാ, അവൻ ഇരിക്കൂറുകാരനാ. അയലോകത്തെ പശുവിനെ തൊഴുത്തി കിടത്താത്തിന് നാട്ടുകാർ തല്ലി പിടിച്ചോ. സാറേ, ഞാനൊന്ന് കപ്പക്കാരന്റെ വീട്ടിൽ പോയപ്പോ എന്നടാ എന്നെ മുഴുവൻ പറയാതെ വിഴുങ്ങുന്നേ. ഇനി DYSP സാറിന് തെറ്റിപ്പോയാണെങ്കിലോ? മയിലാടൻകുട്ടി ജോയി ഇവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലടാ, കുറെ കാലമായില്ലേ ഞാൻ ഇങ്ങനെയുള്ളവന്മാരുടെ പുറകടക്കാൻ തുടങ്ങിയിട്ട്. അവൻ ഇവിടെ തന്നെ ഉണ്ട്. അവന്റെ മണം ഇവിടെ ഉണ്ട്. നീ ഏതടാ? പണിക്ക് വന്ന ഷാപ്പിലോ? ഷാപ്പിലല്ല, റബ്ബറിന്റെ കുഴികുത്ത വന്ന. എന്താ നിന്റെ പേര്? ഷാജീവൻ. ഷാജീവൻ. അതത്ര സുഖമുള്ള പേരല്ലല്ലോടാ. കോടകന തന്നെ മാറ്റി കുടിക്കണ പതിവ്. ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങും. ഇത് ഏതറ ഈ പുതിയ രണ്ട് മരപ്പട്ടികൾ? കുടികുത്താൻ വന്നവരാ. കണ്ടിട്ട് ഒരുമാതിരി പാമ്പും ഇരിപ്പുണ്ടല്ലോ. അല്ല, അവരിവിടെ ഇല്ലല്ലോ. അവൻ വരുന്നവരെ ഇവിടെ വന്നോളാൻ പറഞ്ഞു. അവന്മാരെ നോട്ടൊന്നും അത്ര ശരിയല്ല. ആള് മകാ കുണ്ണയ. ഒരാളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഉള്ളു കഴിഞ്ഞ് മനസ്സിലാക്കും. നമ്മളിവിടെ വന്നിട്ടേ കുഴപ്പമില്ല, നടന്നു. നമ്മളിവിടെ വന്നിട്ട് എത്ര ദിവസം അറിയോ? എനിക്കത് ഒരു എത്തും പിടി കിട്ടാത്ത ഇത്രയും കാലമായിട്ട് ഇവിടെ താമസിക്കുന്ന ഞങ്ങൾക്കൊരു എത്തും പിടി കിട്ടണ. പിന്നെ ഏത് നടക്കും? ഏ വല കൂടെ കയറി ഇറങ്ങണം.
എവിടെയുണ്ട് വന്ന അത്ഭുത മനുഷ്യർ ഭൂമിയൊന്നും സുത്തുകൾ ಅವರಂಧ್ರಗಳಿಂದ ಹರಿದ ವಿಷಯ ವಿಕಾರಗಳಿಂದ ಸಂಚಿತ ಪ್ರಾರಬ್ಧ ಲೇಪದಿಂದ ಭಾಷೆಯಂತಹ ಈ ನಶ್ವರ ದೇಹದ ಮೇಲೆ ನಿನಗೆ ಯಾಕಮ್ಮ ಮೋಹ? ಇದು ಪರಮಾತ್ಮನ ದೇಹ. എനിക്കറിയാൻ മേല. കുറച്ച് പൈസ മേടിച്ചോണ്ട് ടൗണിൽ പോയിട്ട് വരുമ്പോ എന്തോ ഉണ്ട എനിക്ക് എവിടെയെങ്കിലും വരും. രാത്രി മുഴുവൻ കാട്ടിക്കൊണ്ട് നടപ്പും ചാരായ വടി ഉറക്കമില്ലാതെ അങ്ങനെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞോളാം. അണ്ണനെ ഇവിടെ കണ്ടായിരുന്നോ? അല്ല, അവൻ 2 കുപ്പി അടിച്ചിട്ട് നേരത്തെ വായിരുന്നല്ലോ. നിങ്ങൾ കണ്ടില്ലേ? ഞാൻ അപ്പത്തന്നെ വീട്ടിൽ പോയിരുന്നേ. എവിടെ നോക്കട്ടെ കണ്ടില്ല. ഞങ്ങൾക്കറിയാൻ പാടില്ല.
അവൻ എവിടെയെങ്കിലും അടിച്ചിട്ട് അവിടെ നടപ്പണ്ടായിരിക്കൂടാ. നീ പോയി അന്വേഷിച്ചു നോക്ക്. ഇവിടെ പോയോ നോക്ക്. എടാ അവനെ കാണാനില്ലെന്ന്. നിന്നെയൊക്കെ അടിക്കാൻ ഇരിപ്പതാണല്ലോടാ. നീ ഇന്നലെ എവിടെ പോയിരുന്നേ? ഞാനവിടെ പോവാൻ പന്ന പുണ്ടച്ചോന് കള്ളം പറയരുത് കേട്ടോ. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ നിന്നെ കണ്ടില്ലല്ലോ. മയിലാണ് സന തോന്നിയായിരിക്കും. ഒറ്റ കിടപ്പായിരുന്നു, എനിക്ക് ബോധം വീണ രാവിലെ എണീറ്റപ്പോഴാണ്. നീ വീട്ടില് ನನಗೆ ದೇಹವಾರ್ಜುನ ಹಾಲ್ಮಡಿ ಶಾಸನ ಅನ್ನುವಂತಹ ಉತ್ತರವನ್ನು ಕೊಟ್ಟಿದ್ರಿ. ಹಾಲ್ಮಡಿ ಶಾಸನ ಅತ್ಯಂತ ಪ್ರಮುಖವಾದ മൂഞ്ചി പോവുന്നാ പറയാ. ഷാജീവാ, നിനക്കറിയാവൂടെ വെടിവെക്കാൻ? ഇവന്മാരുടെയൊക്കെ മുന്നില് ഒരു ചാക്ക് വെടിയിറച്ചെങ്കിലും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിവിടുന്ന് പോകുന്നുള്ളൂ. എൻ്റെ ചേട്ടാ, എന്റെ ഒരു ആഗ്രഹമാണ് ഈ ചെലവന്മാരെ വെടിയിറച്ചിയായിട്ട് ഫോറസ്റ്റുകാർ പിടിച്ചെന്ന് ഈ പത്രത്തിൽ വായിക്കുമ്പം എനിക്കെന്തൊരു കുളിരാണെന്നോ. വെടിയിറച്ചിയും വളച്ചെടുത്ത് പെണ്ണുണ്ടെങ്കിലേ ഒരുത്തൻ ആണായിന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒന്നും മിണ്ടാതിരിക്കാവോ? കാട്ടിൽ കയറി കഴിഞ്ഞ ഒരൊറ്റ നിയമമാണ്, ഒരാള് സംസാരിക്കും ബാക്കിയുള്ളവർ അനുസരിക്കും. കണ ഗുണാന്ന് പറഞ്ഞോണ്ടിരുന്ന ഒരു പൂറും കിട്ടൂല. കേട്ടോ, മറ്റവനാണ്. മറ്റവനെന്ന് വെച്ചാ കരിങ്കൂടനാ, കരിങ്കൂടൻ. പേടിക്കണ്ടടാ, അവന് നമ്മളെയൊക്കെ പുച്ഛ. മുന്നോട്ട് നടക്ക്. ലൈറ്റും അടിച്ച് അത് അട്ടയാവിടാ. അയ്യോ അട്ട, അതിന്റെ മൂട്ടിലിത്തിരി തീ കത്തിക്കല്ലേ? ഇന്നത് പോണ്ട. ആ പോയി നടക്ക്. അല്ല ഷാജീവ, നീ ഇത് എങ്ങോട്ടേക്ക് പോകുന്നേ? നീ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? എല്ലാ കാടും ഒരുപോലെയാണ്. അതിങ്ങനെ പാമ്പിനെ പോലെ ചുരുണ്ട് കിടക്കും. കയറി ചവിട്ടിയേക്കരുത്. എടാ കണ്ടോടാ, യവന് പണിയറിയാം. ഓ അങ്ങനെ. ശ്വാസം പോലും മനസ്സിലായി. എന്നാ ഒരു കുളിരാ, കാലൊക്കെ കോച്ചി വലിച്ചിട്ട് നേരം. നമ്മുടെ ബഷീർ സാറ് പറയുമായിരുന്നു, വെടിയ
കോഴിയിറച്ചി വളച്ചെടുത്ത പെണ്ണുണ്ടെങ്കിൽ ഭാര്യനോട് ചേർത്തിറക്കി താഴത്തോട്ട് വലിക്കും. കടലൊക്കെ കണ്ടിച്ചാ ഇത് കഴിഞ്ഞാൽ ഞാനങ്ങ് വീട്ടിൽ പോകും കേട്ടോ. നടുവയ്യത്താണെങ്കിൽ കൊണ്ടേ നീ അങ്ങടെ എത്തിയാ മതി. അവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അവിടെ അങ്ങോട്ട് പോവാ. അവിടെ അവിടെ ഇവിടുന്നല്ലേ കടന്നു പോ. എവിടെയാണോ വഴിയുടെ തീർന്നു. കണ്ടിട്ട് പോലാലോടാ, വഴി തിരിയുന്നില്ലല്ലോ. എങ്ങനെ പുറത്ത് കിടക്കൂടാ? മിണ്ടാതെ തിരിച്ചടക്കാം. പിടിക്കണം. അവിടെ ഒരു വെളിച്ചം, അങ്ങോട്ട് പോവാം. ഇവിടെ കിടന്ന് ചാവോടാ. നീ ലൈറ്റ് കത്തിച്ചു നോക്കാം. ഒന്നും കാണുന്നില്ലല്ലോ. അവിടെ വിളിച്ചു. നടക്ക് നടക്ക്.
പെങ്ങളെ പെങ്ങളെ വിളിച്ചു വിളി കേട്ടു. ഏതാടാ ഈ എണ്ണം കേട്ടോ? ഈ നടുവേലാത്തവനെ കൊണ്ട് എന്തെങ്കിലും നടക്കുന്നു നോക്കിയാ പെങ്ങളെ. വണ്ടിക്കാരുടെ അവസ്ഥ പശുവിനെ മെനക്കെടുത്തു, ഒന്നും നടക്കൂല. ഒന്ന് നോക്കി. നടു വെട്ടിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തിരുമണം. അല്ലേ ഈ തടി കൊണ്ടൊന്നും ഒരു കാര്യമല്ല, ചുമ്മാ കണ്ടോണ്ടിരിക്കാന്നേ ഉള്ളൂ. കാശുണ്ടോ കയ്യില്? അത്യാവശ്യത്തിനുണ്ട്. എന്നാ കാണാൻ നിക്കോടാ? പോയനടല്ല പോടാ. ഒന്നും മിണ്ടാതിരിക്കും നിങ്ങള്. അവര് ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ? അതെ പെങ്ങളെ, ഒന്ന് നോക്കാവോ ഇത്? നീ ഏതാടാ? നല്ല പരിചയമുണ്ടല്ലോ. എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? അവൻ എന്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചാ. നിങ്ങൾ ഒന്നിച്ചാ? അത്തരക്കാരൻ ഞാനീ പറമ്പേ കയറ്റാറില്ല. പോടാ. അയ്യോ പെങ്ങളെ, അവൻ അത്രക്കാരനല്ല. എന്റെ കൂടെ പണിക്ക് വന്നാ. ഇതൊന്നും നോക്കോ? ഒരു കാര്യം ചെയ്തെല്ലാം മാറ്റിച്ചിട്ട് ഒരു കോണാനും എടുത്ത് അകത്തോട്ട് എനിക്കടുത്ത് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ ഒരു പ്രത്യേക സ്ഥലം അല്ലേ ഷാജിവാ? എണ്ണ പുരട്ടി കിടത്തിയിട്ടേ ഉള്ളൂ. ചികിത്സ കഴിയാൻ നേരം വെളുക്കും. നാളെ കാലത്ത് പോവാം. നീ അപ്പുറത്തെ മുറിയിലോട്ട് കിടന്നോ. അടുക്കളയില് ചക്കക്കുരുവും മാങ്ങയും ചോറും ഇരിപ്പുണ്ട്. മുഴുവനും തീർത്തേക്കല്ലേ, ഒരു കൊച്ചുള്ളതാ. ചുമ്മാ ഇരിയടാ. അധികം വേദന നോക്കണേ പെങ്ങള്. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. ആ അടുപ്പിലിരിക്കുന്ന മരുന്നൊന്ന് തിളച്ചോട്ടെ.
പിന്നെ ഏതാ ഇവിടുത്തെ പണിക്കാരന്? ഓ, എന്റെ വകയിലൊരു ചെറിയമ്മേരെ മോനാ. കഷ്ടപ്പാട് കാരണം ഇവിടെ വന്ന് നിൽക്കുന്നയാ. അവൻ മഹാകുസൃതിയാ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓ എന്റെ പെങ്ങളെ, സംഗതി പഴയതിൽ ഉഷാറായി. ഇനിയിപ്പം തിരിഞ്ഞു മറിഞ്ഞും എന്നാ കളി വേണേലും കളിക്കാം. ആ സാർ പോലീസല്ലേ? അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ഇതൊക്കെ ചെയ്താ അതൊക്കെ മനസ്സിലാവും. ആളുടെ ജോലിയും ഉണ്ടായ സ്ഥലവും വേണമെങ്കിൽ ഭാവിയും വരെ ഞാൻ പറയും. പറയട്ടെ പറയട്ടെ പറയട്ടേന്ന്. എടാ ഷാജീവ, നടുവിനിട്ട് പണി കിട്ടിയപ്പം എന്റെ തലയിൽ വെളിച്ചം വന്നടാ. നമ്മളിവിടെ വന്നിട്ട് എല്ലാ അവന്മാരെയും കണ്ടില്ലേ? അപ്പൊ അവന്മാരാരുമല്ല നമുക്ക് പിടിക്കാനുള്ളത്. കാണാമറയത്തിരിക്കുന്ന അവൻ തന്നെയാടാ, അവൻ തന്നെയാണ് അവൻ. നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് വരാണ്ടിരിക്കും. നമ്മുടെ അടുത്തൊക്കെ അഭ്യാസം. നിക്കടാ, 1000 തത്തക്കൊണ്ടായി നാറി. നീ എന്നതാണ് ഇന്നലെ അച്ചർക്കനിട്ട് ചെയ്തത്? കൂടെ പിടിച്ചെടുത്ത് നീ അവനിട്ട് ഉണ്ടാക്കാത്തൊന്നുമില്ലല്ലോടാ. എന്നിട്ട് 10 പൈസ കൊടുക്കാൻ തുടച്ചങ്ങ് പോണോ മയിരെ? ഒന്നും ചെയ്തില്ല മകളെ. ഇത് കണ്ടാ വൃത്തിയിട്ടാ പറയുന്നത്. എടാ ഇച്ചിരിയില്ലാത്ത കൊച്ചിനിട്ട് ഉണ്ടാക്കിട്ട് സമാനം ഉണ്ടാക്കാം. ആയനുണ്ട് പിടിച്ചേ. അത് മതി, പോയേ. നീ പോയടാ പെങ്ങളെ. ഒന്ന് നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, എന്നിട്ടാണ് മറ്റേ പണി? നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒന്നും ചെയ്തില്ല. പോട്ടെ, ഇവിടെ ആയതുകൊണ്ട് 1000 രൂപയ്ക്ക് ഒതുങ്ങി. നാട്ടിലാണല്ലേ പോക്സോ കേസാ, പിന്നെ ലക്ഷങ്ങൾ മുടക്കേണ്ടി വന്നേനെ. നിങ്ങൾ പെങ്ങളകത്ത് തിരുമേന്നോലായിരുന്നല്ലോ, ആണോ? തങ്കോ,
കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. ഇവിടെ ഇല്ലായിരുന്നു. ആ തങ്കണ്ണു, ഒരു കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങളുടെ പറമ്പിൽ റബ്ബറിന് കുഴി വെട്ടാൻ 2 മൈ സ്റ്റാൻഡുകൾ വന്നിട്ടുണ്ട്. അവന്മാര് വെപ്പും കുടിയും പൊറുത്തിയായിട്ട് ഷാപ്പി കിടപ്പുണ്ട്. കണ്ടിട്ട് രോങ്ങന്മാരെ പോലെ ഉണ്ട്. അതിന് ഞാൻ റബ്ബർ വയ്ക്കുന്നില്ലടാ. എന്തിനാ കുഴി കുത്തണേ? നീ 4 ദിവസം ഏതോടെ ചോട്ടം കൊണ്ടാണ് അവരോടാ ആര് ആ ഉമാരെ കണ്ട അവിടെ തൂറാൻ മാറിയതാ പോരും. നീ വന്നോരം പോയാലും എന്റെ പേരിൽ എന്തിനാണ് ഇവിടെ കയറ്റി കിടത്തണേ? ആരാ ചോദിച്ചോടാ നീ എന്നോട് ചോദിച്ചേ? എടാ നിന്റെ പേര് പറഞ്ഞതിന് മുമ്പ് കൂടെ ആൾക്കാർ താമസിച്ചില്ലേ? നിന്റെ പറമ്പില് റബ്ബറിന്റെ കുഴുകുത്താൻ ഞാൻ എവിടെ ഇട്ട് കുഴുകുത്താൻ? എന്റെ റബ്ബർ മുഴുവൻ അടങ്ങൽ കൊടുത്തു നിനക്ക് അറിഞ്ഞൂടെ? ഞാനല്ല വിളിച്ചോണ്ട് ആ നാളെ വിളിച്ചോണ്ട് പൂർണ്ണ ഈ കണ്ടോരം ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നേ. തങ്കോ, അണ്ണാന്ന് മാറ്റി കുണ്ണാന്ന് വിളിക്കാൻ എനിക്ക് അറിയാട്ടോ. മയില് അവരെന്താ പറഞ്ഞേ? നീ പറ. നിന്റെ പേര് പറഞ്ഞല്ലോ അവന്മാർ ഇവിടെ വന്നേ. ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ആർക്കും അറിയാമല്ലോ അവരെ. നീ പറ ആരാന്നു. നീ അല്ലടാ അവന്മാരെ കൊണ്ടുവന്നേ? പറയണ കൊണ്ടേ ആരവര്? പിന്നെ പൂറും കൊണ്ടും തിരിക്കാന്ന് കരുതിട്ടാ കൊന്നാളെ മഴ. നിർത്തടാ പോലെയാടി മക്കളെ. കണ്ടവന്മാര് വന്ന് അവരാജിട്ട് പോയിട്ട് എന്റെ കെട്ടിന്റെ മെക്കിട്ട് കയറുന്നു. നിന്നെയൊക്കെ വീട്ടിൽ കീറി കളയും കേട്ടോ അമ്മായികളെ. അവന്മാര് വരുന്നുണ്ട്. അവന്മാരോട് ചോദിച്ചു നോക്ക്. അവർക്കെന്തോ മനസ്സിലായിട്ടുണ്ട്. അവര് മണ്ടത്തിലൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഞാൻ പറയുന്ന കുറിച്ചൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെ ഏതാ കുണ്ണുങ്ങളെ? ഞങ്ങള് തങ്കഞ്ഞാന്റെ പറമ്പില് റബ്ബറിന്റെ കുഴി എടുക്കാനായിട്ട്. തങ്കഞ്ഞാന്റെ അണ്ടി നീ ഏതാ കുണ്ണേ? ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുഴി കുത്താൻ വേണ്ടി. ഏത് കുറ്റിന്ന്? ഏത് കുട്ടികളെ കൊണ്ടാ നീ കൂടെ കുത്തിയില്ലേ? പിന്നെ എന്തിനാ കൊണ്ടാളെ നിങ്ങൾ ഇവിടെ ഫോൺ വിളിച്ച്? ഏത് കുറ്റി പോണ്ടിരുന്ന്? നീ തങ്കൻ അറിയോ? തങ്കൻ ചേട്ടനാ ഞങ്ങളെ. എടാ കുണ്ണ തങ്കൻ ഞാനാടാ കുണ്ണ പൂറി മോനെ. നീ എന്നെ കണ്ടണ്ടാ? അല്ല നമ്മള് കൂരാച്ചുണ്ടില് നീ പൂറ്റില് നീ എന്നെ കണ്ടണ്ടാ? നീ എന്നെ അറിയോ? ചേട്ടനെ ഞങ്ങൾ അറിയാം. പിന്നെ എന്ത് പൂറിക്കാനാണ്? എന്ത് പൂറിക്കാനാണ് നീ ഇവിടെ വന്നേ? നിന്നോട് ആരൊക്കെണ്ടാ പറടാ? ഞങ്ങള് കുഴി കുത്താൻ വേണ്ടി പറഞ്ഞിട്ട് വന്നതാണ്. കുഴി നിന്റെ അമ്മടാ ആരൊക്കെണ്ടാ? നിങ്ങൾ എത്ര പേരുണ്ടാ? കാര്യം ഞങ്ങൾക്ക് അറിയാം. എത്ര പേരെന്ന് പറയടാ? അതിന്റെ മക്കളെ നിന്നോട് ചോദിച്ചായിരുന്നു പറടാ. എന്ത് പൂറുണ്ടാക്കാനാണ് നീ ഇവിടെ വന്നേ? ഇനി വെച്ച് താമസിപ്പിക്കണ്ട, അങ്ങ് തീർത്താക്കാം. അപ്പൊ ശവന്നായും ഒഴിവെത്താനൊന്നും എനിക്ക് വേല. അത് ശരിയാ, വല്ല പട്ടിയും കടിച്ചു വലിച്ച് പുറത്തിട്ടാലോ. ഈ നാലുകളെ പഞ്ചായത്ത് കത്തിച്ചാലോ? എന്നെ തങ്ക ഇതിന് മാത്രം പഞ്ചാര കിട്ടാൻ റേഷൻ കടയൊന്നുമില്ല ഇവിടെ. യുവമാരെ തല്ലിക്കൊന്ന് നമുക്ക് ആറ്റിലെറിഞ്ഞാലോ? പറഞ്ഞു സമയം അങ്ങ് പോകും. കർശനമാക്കി എളുപ്പം. ഒരാളെ കൊല്ലാൻ ഇതിന് മാത്രം ആലോചിക്കണം. അവിടെ കമ്പോസ്റ്റിന് എടുത്ത് കുഴിയുണ്ട്, അതിനകത്തോട്ടങ്ങ് ചവിട്ടി താത്തിയേരെ. നല്ല വളമല്ലേ? കാപ്പിയൊക്കെ നിൽക്കുന്നുണ്ടോ? എല്ലാം തീർത്തിട്ട് പെട്ടെന്ന് വന്നേക്കണം. വൈകുന്നേരത്തേന് കറി ഉണ്ടാക്കാനുള്ള. മയിലാടുകുറ്റി എന്റെ വീട്ടും പേരല്ല, മയിലാട് പാറൻ എന്റെ വീട്ടും പേര്. പിന്നെ നീ എന്നോട് നേരത്തെ കുഴിച്ചിടുവന്നോ പഞ്ചസാര വെച്ച് പൂട്ടിൽ കത്തിക്കുമെന്നോ എന്നടാ കൊണ്ടേ പറഞ്ഞത്? എന്റെ പൊന്നു സാറേ, ഞങ്ങൾ നാട്ടുമ്പുറത്താരല്ലേ സാറേ.
നിങ്ങൾ കള്ളന്മാരെന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞോട്ടെന്ന് വെച്ച് പറഞ്ഞത്, അല്ലാണ്ട് നമ്മള് അങ്ങനൊക്കെ ചെയ്യോ? ഈ ജോയി ഇവനോട് ഉണ്ടോ? ജോയി വീട്ടിലുണ്ട് സാറേ. കറിയപ്പലിയാട് നിനക്ക് ഞാൻ വരുന്നില്ലോ ആപ്പ് കൊണ്ട് ഇരുട്ടീന്ന്. പറ്റിക്കാനുള്ള പരിപാടിയാണെങ്കിലേ ഇതിന്റെ ഉണ്ട എത്ര ദൂരം വരുമെന്ന് നിനക്കറിയാമോ? അവനെ കാണുന്നില്ലോ. അവനെ എസ്കേപ്പ് ആയടാ. മുങ്ങാവുന്നോ? എന്റെ പൊന്നു സാറേ, ഞാൻ എങ്ങോട്ട് മുങ്ങാനാ സാറേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. അടക്കടാ. സാർമാര് വഴി തരില്ലേട്ടാ, ഇതൊരു വടക്കേട്ട സ്ഥലോ, അതാണ്. ജീപ്പൊന്നും പോകത്തില്ലാടാ നിന്റെ വീട്ടിലോട്ട്? നമ്മുടെ കയ്യിൽ അതിനുള്ള വകയൊന്നുമില്ല സാറേ. അപ്പനും അമ്മയും മരിച്ചതിന് ശേഷം കരിക്കോട്ടക്കരിന്ന് ഇവിടെ ഒന്ന് കുറച്ച് സ്ഥലം വാങ്ങിച്ച് കൃഷി ചെയ്ത്. നിന്നോട് ജീപ്പ് പോകുന്ന വെച്ച് നീ അതിന് മാത്രം മറുപടി തരാൻ കേട്ടോ. അതാണ് നിന്റെ ഭൂമിശാസ്ത്രം അറിയണ്ട. എന്താ നിന്റെ സൈന്യനാണോ ബാക്കിൽ വന്നത്? സാർമാരെ ക്ഷണിച്ചോ? ഈ വഴി കുറച്ചുകൂടി പോണം. നടക്കടാ. ഈ വഴി കുറച്ചുകൂടി പോണം. നടക്കടാ നടക്കടാ നടക്കടാ. അവരായിക്കോളെ, നമുക്ക് ഈ ചുവല് വട്ടം ഇറങ്ങാം. തെറ്റിക്കെടുക്കുവോ? നോക്കി നോക്കേ. അടിക്കല്ലടാ. കണ്ണു മോറും കഴിയുക. ഒരുപാട് വളർത്തണ്ടാ. നമുക്ക് ഈ വഴി എളുപ്പം കയറാം. ഇങ്ങനെ
എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണനിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന എന്നതാ ചെയ്യ സാറുമാര് ജോയിനെ കാണാൻ എന്തായാലും ഇവന്റെ പേര് തങ്കൻ. ആരുടെ ജോയി? എന്റെ ആങ്ങളെയാ സാറേ. അവനെന്തേ? സുഖമില്ലാണ്ട് കിടക്കോ. തളർന്നു കിടക്കുവോ സാറേ. ജോയി, നിനക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ലോ? അഭിനയിച്ചതൊക്കെ മതി. കൂട്ടി കരശമായി വാ, എഴുന്നേറ്റോ. സാറേ, ഒരു കൊല്ലായിട്ട് കിടപ്പാണ് സാറേ. കഷായം കുഴമ്പ് മാത്രമേ. എന്നതാ സാറേ ഇച്ചാന്റെ പേരിലുള്ള കേസ്? ഈ മേലാത്ത ആളിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താ ചെയ്യാനാ? ഒരു 10 വർഷം അകത്തെടുക്കാനുള്ള വകുപ്പുണ്ട് പെങ്ങളെ. കാട്ടി കയറി മാന്യമിളാവനെയും വെടിവെച്ചതും പിന്നെ ചില കൊച്ചാമ്പിള്ളേരുമായിട്ട് കലാപരിപാടികളും. സാറേ, ചില കേസൊക്കെ ഉണ്ട്, അത് സത്യമാണ്. ബാക്കിയുള്ള കേസ് ചെയ്യും പോസ്റ്റാരും കൂടെ തല കെട്ടി വെച്ചാണ് സാറേ. ഒന്ന് ക്ഷമിക്കും സാറേ, ഈ കൊല്ലത്തിന് നടക്കൊണ്ടു ചത്തു സാറേ. അതൊരു പാവമാണ് സാറേ. എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച സാറേ. ഒരു കണ്ണുവാട്ടം കാണിക്കും സാറേ. നീ ചത്ത് കിടന്നാലും തളർന്നു കിടന്നാലും നാളെ രാവിലെ നിന്നെ ഇടുക്കൂട് കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കും. തീരുമാനം കിഴിവെക്കാനൊക്കെ അവിടെ ആളുകളുണ്ട് ജയിലില്. നിങ്ങൾ കൊണ്ടുപോടോ മൈരന്മാരെ? സാറുമാര് നോക്കട്ടെ, മയിലും ഉണ്ടാവും. തിൽപ്പിച്ചായോ നമ്മുടെ ജോയിമനെ ഇവർക്ക് കൊണ്ടുപോകണമെന്ന്? അല്ല, ഞങ്ങളും വിചാരിച്ചു അങ്ങനെ കൊണ്ടാകാ. ആളറ പരിപാടി ഓടിച്ച് തമാശ കളിച്ച് ചെവിയുടെ ഒരു കഷ്ണം പോയത്. എന്നാ ചോദിയോനെ? അവരെന്നെ കൊണ്ടുപോകുന്നല്ലേ അടിച്ച കൊണ്ടുപോട്ടെന്നേ. ഏയ് ഒന്നുമില്ല സാറേ, ഞാൻ പണ്ടത്തെ ഒരു തിരുമ്മയുടെ കഥ ആലോചിച്ച് ചിരിച്ചാണ്. ഞാൻ ആ കഥ പറയട്ടെ സാറേ? മാടനെ പിടിക്കാൻ പോയ തിരുമേനിയുടെ കഥ. മാടനും മാങ്ങാത്തൊലിയും. എന്നാ ഞാൻ വേറൊരു കഥ പറയാം സാറേ. പണ്ട് ഇതുപോലെ ഒരു പോലീസുകാരൻ എന്നെ പിടിക്കാൻ വന്ന കഥ. അതിലും പണ്ടും വേറൊരു പോലീസുകാരൻ വന്ന കഥയുമുണ്ട്. അതിനു മുമ്പ് വേറെയും. ചക്രം കറങ്ങുന്ന പോലെയാണോ? പണ്ട്, അതിലും പണ്ട്, പിന്നെയും പണ്ട്. നീ കാര്യം പറ. ആ പോലീസുകാരൻ വരുന്ന വഴി ഒരുത്തനെയും കൂടെ കൂട്ടി. നേരം പോക്കാവൂലൊന്ന് കരുതി തിരുമേനി അല്ല, ആ പോലീസുകാരൻ അവനെയും കൂട്ടി ഒരു വരവാർന്നു. ഫാൻസി ഡ്രസ് കളിച്ചു വന്ന ഞങ്ങൾക്ക് മനസ്സിലാവാതിരിക്കോ സാറേ? ഞങ്ങൾ ഒന്നും തിരിയാത്ത പോലെ അങ്ങിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണീർക്കി കാണിച്ചു. ചുമ്മാ കളിയാണല്ലോ. തത്തി എവിടം വരെ പോകുന്ന അറിയാലോ. നമ്മൾ ഒത്തിരി തവണ കണ്ട നാടകം പിന്നെയും പിന്നെ കാണുന്ന ഒരു സുഖമാണ് സാറേ. ഷാജുവോ, നമുക്ക് വഴി തെറ്റിയെന്നാ തോന്നുന്നേ. ആ പാലമൊന്നും കാണുന്നില്ലല്ലോ. മൈര എനിക്കൊരെത്തും പിടി കിട്ടുന്നില്ലെന്നേ സാറേ. ഈ വഴിയും പോവാം, കുറച്ച് ചുറ്റാണെന്നേ ഉള്ളൂ. എന്നാ പിന്നെ നിനക്കിത് അറിയാമെങ്കിൽ നേരത്തെ പറയാമല്ലടാ മൈരെ.
എന്നിട്ട് അവന്മാർ രണ്ടുപേരും ഇവിടെ തീറ്റയും കൂടിയിട്ട് അങ്ങോട്ട് നിരങ്ങി. നല്ല ചാരായവും വെടിയിറച്ചും തിന്നങ്ങ് കൊഴുത്തു. ഇവിടെ എന്തിനാണ് സാർ ഒരു കുറവ്? നല്ല വെടികളും ഉണ്ട്. ഇനി അതും പോരാത്തവർക്ക് വേറെയും ഉണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും കൊല്ലണോ? അതും ചെയ്യാം. ആരും ചോദിക്കാനും പറയാനുമില്ല. ഇങ്ങനൊരു സ്ഥലമല്ലേ സാറേ സ്വർഗരാജ്യം. അല്ലെങ്കിലും മനസ്സിലെങ്കിലും കൊല്ലാത്തവരും ബലാത്സംഗം ചെയ്യാത്തവരും ആരെങ്കിലും ഉണ്ടോ? അയാൾക്ക് ഇവിടുത്തെ കാടും മഞ്ഞും തണുപ്പൊക്കെ അങ്ങ് പിടിച്ചു. പോലീസുകാരൻ അന്ന് പോലും മറന്നുപോയി. ഈ വഴി ആ വഴി എല്ലാം പോയി. അവസാനം സമയമായപ്പോ ഞങ്ങൾ എന്നെ അങ്ങ് ചോദിച്ചു, എടാ ഊവേ നീയൊക്കെ ഏതാണെന്ന്. അന്നേരം ഏതാണ്ടൊക്കെ അയാൾക്ക് ഓർമ്മ വന്നു. അപ്പോഴുണ്ടല്ലോ തിരുമേനി അല്ല ആ പോലീസുകാരൻ എന്നെ അങ്ങ് പിടിക്കണം. പിടിക്കണം. പൊട്ടാസ് പോലത്തെ ഒരു തുപ്പാക്കിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കണം. ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ടും മേല. ജോയ്മോനെ നിന്റെ ചരിത്രമൊക്കെ നമുക്ക് അറിയാവടാ. അതുകൊണ്ടാണല്ലോ തളർന്നു കിടക്കുന്ന നിന്റെ കയ്യിലും മുറുമുറാന്ന് 2 കെട്ട് കെട്ടിരിക്കുന്നത്. സാറേ അങ്ങനെയാണെങ്കിൽ ഈ കൈയും കാലും തളർന്നു കിടക്കുന്ന എനിക്ക് രോഗശാന്തി കിട്ടുന്നെന്ന് വിചാരിച്ചേ. എന്നിട്ട് ഞാൻ എന്റെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ച് അങ്ങ് എഴുന്നേറ്റിരുന്നു എന്നൊന്ന് വിചാരിച്ചേ. എന്നിട്ട്